ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്, ഓവർനൈറ്റ് ഓട്സ്. ഞങ്ങളുടെ വീട്ടിൽ 5 പേരാണ് ഉള്ളത്. അപ്പോൾ 5 പേർക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ഓവർനൈറ്റ് ഓട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഒരു 7 ഡേറ്റ്സ് കുരു കളഞ്ഞ് വളരെ ചെറിയ പീസസ് ആയിട്ട് നുറുക്കിയെടുത്തു. ഡേറ്റ്സ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ധാരാളം ന്യൂട്രിയൻസും എല്ലാം ഉള്ള ഒരു ഫ്രൂട്ടാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 2 പഴമാണ്. പഴം നന്നായി ഒരു ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാം. പഴത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പൊട്ടാസ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, മഗ്നീഷ്യം, കാൽഷ്യം എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ പംകിൻ സീഡ്സ് പോലുള്ള സീഡ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം ഇവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് എൻ്റെ കയ്യിലുള്ള നട്ട്സാണ് ഞാൻ ഇനി ഇടുന്നത്. ബദാം, കാഷ്യൂ നട്ട്സ്, വാൾനട്ട് ഇത്രയുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3 സ്പൂൺ ചിയ സീഡ്സ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ചിയ സീഡ്സ് എല്ലായിടത്തും അവൈലബിളുമാണ്. ചിയ സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജ സീഡ്സ് അല്ല, ചിയ സീഡ്സ് വേറെയാണ്. ചിയ സീഡ്സ് നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ള ഒരു സീഡാണ്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 3 സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ആണ്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഹോൾ ഓട്സ് ചേർക്കാം, അല്ലെങ്കിൽ റോൾഡ് ഓട്സ്. വൈറ്റ് ഓട്സിനെക്കാട്ടിലും നല്ലത് ഇതാണ്. ഞാൻ 2 കപ്പ് ഓട്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരാൾക്ക് മാത്രമാണെങ്കിൽ ഒരു 1/2 കപ്പ് ഓട്സ് എടുത്താലും മതിയാവും. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ബെറീസ് ആണ്, മിക്സഡ് ബെറീസ് ആണ്. അപ്പം ഇതിനകത്ത് റെഡ് ബെറീസ്, ബ്ലാക്ക് ബെറീസ്, ബ്ലൂ ബെറീസ്, സ്ട്രോബെറീസ് ഇതെല്ലാം ഫ്രോസൺ ആയിട്ടുള്ള പാക്കായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം നമുക്കൊരു ചെറിയ പുളി, മധുരം എല്ലാം കൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്ക് നാട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ബെറീസ് ഒന്നും ഇടണമെന്നില്ല. നമുക്ക് മൾബെറീസ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ ആ ഫ്രൂട്ട്സ് എല്ലാം അതിലിടാം. അപ്പോൾ രാവിലെ ഇട്ടാൽ മതി. മൾബെറീസ്, പേരയ്ക്ക, പഴം അങ്ങനെ എന്തൊക്കെ കിട്ടാം അതെല്ലാം ഇടാം, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ പിന്നെ അതിലേക്ക് ചേർത്തത് പാലാണ്. ഇത് ഞാൻ ലോ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിച്ചത്. 4 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് യോഗട്ടാണ്. യോഗട്ട് ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം. നല്ല തണുപ്പുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് തന്നെ വെച്ചാൽ മതി, ഒരു കുഴപ്പവും പറ്റില്ല. അതല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പം പുറത്തിറക്കി വെച്ചാൽ നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും തണുപ്പ് വിട്ടിരിക്കും. ഇനി നമുക്കിത് രാവിലെ എടുത്ത് ഹോർലിക്സോ കൊക്കോ പൗഡറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം ധാരാളം അടങ്ങിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച്.